പൂവിൽ വണ്ട് തേൻ കണ്ടെത്തുന്നത് പോലെ സംഗീതത്തിൽ ഈശോയെ കണ്ടെത്തുവാൻ ഇതാ കൊച്ചുകൂട്ടുകാർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്റ്റീൻ ലിറ്റിൽ സിംഫണിയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കൊച്ചുകൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറയാമോ? കാരൽ റോയ്, ഇസബൽ മരിയ, അനറ്റ് മരിയ ഷൈജു, അലീന സെബാസ്റ്റ്യൻ. ആരാദ്യം പാടാൻ വരുന്നത്? ആനറ്റ്. ആനറ്റ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാഴവര. എത്രാം ക്ലാസ്സിലാ? 3rd. അവിടെ സ്കൂളിൽ ഫ്രണ്ട്സിനെയൊക്കെ പാട്ടൊക്കെ പാടി കേൾപ്പിക്കാറുണ്ടോ? ഉണ്ട്. അവർക്കൊക്കെ ഇഷ്ടമാണോ? ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേരെന്താ? എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ടാണ്. എല്ലാവരും ബെസ്റ്റ് ഫ്രണ്ട്സാ. മിടുക്കി. അപ്പോൾ ഏത് പാട്ടാണ് പാടുന്നതെന്ന്? നീലാകാശത്തിൽ നീന്തി കളിക്കുന്നു. നീലാകാശത്തിൽ നീന്തി കളിക്കുന്ന എന്ന ഗാനം ആനറ്റിലൂടെ നമുക്കിപ്പോൾ കേൾക്കാം. നീലാകാശത്തിൽ നീന്തി കളിക്കുന്ന പൂങ്കുരുവികളെ, മഞ്ഞണിപ്പൂക്കളിൽ തുള്ളിക്കളിക്കുന്ന കിങ്ങിണി തുമ്പികളെ. നീലാകാശത്തിൽ നീന്തി കളിക്കുന്ന പൂങ്കുരുവികളെ, മഞ്ഞണിപ്പൂക്കളിൽ തുള്ളിക്കളിക്കുന്ന കിങ്ങിണി തുമ്പികളെ. ഉണ്ണീശോയെ മഞ്ഞിൽ വന്നു പിറന്നതറിഞ്ഞില്ലേ, നന്മ നിറഞ്ഞൊരു കൂട്ടുകാരൻ വന്നതറിഞ്ഞില്ലേ. ഉണ്ണീശോയെ മഞ്ഞിൽ വന്നു പിറന്നതറിഞ്ഞില്ലേ, നന്മ നിറഞ്ഞൊരു കൂട്ടുകാരൻ വന്നതറിഞ്ഞില്ലേ. ഉണ്ണീശോയുടെ കൂടെ നമുക്കിന്നാടിക്കളിച്ചിടാം, ഉണ്ണീശോയുടെ കൂടെ നമുക്കിന്നാടിക്കളിച്ചിടാം. നീലാകാശത്തിൽ നീന്തി കളിക്കുന്ന പൂങ്കുരുവികളെ, മഞ്ഞണിപ്പൂക്കളിൽ തുള്ളിക്കളിക്കുന്ന കിങ്ങിണി തുമ്പികളെ. മിന്നി മിന്നി പാറി നടക്കും മിന്നാമിന്നികളെ, ചില്ലാരം പാടി പതുങ്ങി നടക്കും മണ്ണാറ കുഞ്ഞുങ്ങളെ. മിന്നി മിന്നി പാറി നടക്കും മിന്നാമിന്നികളെ, ചില്ലാരം പാടി പതുങ്ങി നടക്കും മണ്ണാറ കുഞ്ഞുങ്ങളെ. ഉണ്ണീശോയെ മഞ്ഞിൽ വന്നു പിറന്നതറിഞ്ഞില്ലേ, നന്മ നിറഞ്ഞൊരു കൂട്ടുകാരൻ വന്നതറിഞ്ഞില്ലേ. ഉണ്ണീശോയെ മഞ്ഞിൽ വന്നു പിറന്നതറിഞ്ഞില്ലേ, നന്മ നിറഞ്ഞൊരു കൂട്ടുകാരൻ വന്നതറിഞ്ഞില്ലേ. ഉണ്ണീശോയുടെ കൂടെ നമുക്കിന്നാടിക്കളിച്ചിടാം, ഉണ്ണീശോയുടെ കൂടെ നമുക്കിന്നാടിക്കളിച്ചിടാം. നീലാകാശത്തിൽ നീന്തി കളിക്കുന്ന പൂങ്കുരുവികളെ, മഞ്ഞണിപ്പൂക്കളിൽ തുള്ളിക്കളിക്കുന്ന കിങ്ങിണി തുമ്പികളെ. തെക്കേ പാടത്ത് പാറി കളിക്കും മാടത്ത് കുഞ്ഞുങ്ങളെ, ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കും പൂക്കുയിലുകളെ. തെക്കേ പാടത്ത് പാറി കളിക്കും മാടത്ത് കുഞ്ഞുങ്ങളെ, ചക്കരമാവിന്റെ കൊമ്പത്തിരിക്കും പൂക്കുയിലുകളെ. ഉണ്ണീശോയെ മഞ്ഞിൽ വന്നു പിറന്നതറിഞ്ഞില്ലേ, നന്മ നിറഞ്ഞൊരു കൂട്ടുകാരൻ വന്നതറിഞ്ഞില്ലേ. ഉണ്ണീശോയെ മഞ്ഞിൽ വന്നു പിറന്നതറിഞ്ഞില്ലേ, നന്മ നിറഞ്ഞൊരു കൂട്ടുകാരൻ വന്നതറിഞ്ഞില്ലേ. ഉണ്ണീശോയുടെ കൂടെ നമുക്കിന്നാടിക്കളിച്ചിടാം,
ആനറ്റ് പാടി വിളിച്ച കിന്നരി തുമ്പിയാണോ തലയിൽ വന്നിരിക്കുന്നത്? നന്നായിട്ട് പാടി കേട്ടോ. ഞങ്ങളെല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു. ഓൾ ദി ബെസ്റ്റ് മോളെ. അടുത്ത പാട്ട് പാടാൻ വരുന്ന ആരാണെന്ന് നോക്കാം. ഇസബൽ. ഇസബൽ എവിടെന്നാ വരുന്നേ? ഏത് പള്ളിയിലാ? അവിടെ കൊയറിലൊക്കെ പാടാറുണ്ടോ? എന്നിട്ട് കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ട്, പ്രൈസും കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഏഴു തിരിയിട്ട വിളക്കാണൻ ഹൃദയം. ഏഴു തിരിയിട്ട വിളക്കാണൻ ഹൃദയം. അപ്പോൾ ആ ഗാനം ഇസബലിൻ്റെ ശബ്ദത്തിലൂടെ നമുക്കിപ്പോൾ കേൾക്കാം. ഇസബൽ, എന്തോ
ഈശോയെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണല്ലേ പാട്ടൊക്കെ പാടി. നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തത് ആരാ പാടാൻ വരുന്നത്? അലീന. അലീന എവിടെന്നാ വരുന്നത്? മൂവാറ്റുപുഴ. ഇന്നിപ്പോൾ ഇവിടെ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? മണ്ണുറങ്ങും രാവ്. അപ്പോൾ ഈ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ അലീന? കീബോർഡ് പഠിക്കുന്നു. ഓക്കെ. അപ്പോൾ പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. പാട്ട് പാടാം. അപ്പം മണ്ണുറങ്ങും രാവിൽ എന്ന ഗാനം അലീനയുടെ ശബ്ദത്തിലൂടെ നമുക്കിപ്പോൾ ആസ്വദിക്കാം. ബത്ലഹേമിൻ താഴ്വരയിൽ വെണ്ണിലാവു തഴുകും മഞ്ഞണിഞ്ഞ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു ജാതനായി. സ്വർഗീയ ഗണം വാനിൽ വന്നു നിരന്നു, ശാന്തി മന്ത്രം വാനിൽ ഉയർന്നിടുന്നു. സ്വർഗീയ ഗണം വാനിൽ വന്നു നിരന്നു, ശാന്തി മന്ത്രം വാനിൽ ഉയർന്നിടുന്നു. മണ്ണുറങ്ങും രാവിൽ കോളിത്തന്നൽ വീശും ബത്ലഹേമിൻ താഴ്വരയിൽ വെണ്ണിലാവു തഴുകും മഞ്ഞണിഞ്ഞ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു ജാതനായി. മനുജന്റെ രക്ഷാദീപം പുൽക്കൂട്ടിൽ വന്ന നേരം പാരിലാകെ ആനന്ദത്തിൻ അലകൾ മെല്ലെ വീശിയല്ലോ. തിരുസുതനെ കണ്ടുവന്ന ഇടയ ബാലധന്യരായി. തിരുസുതനെ കണ്ടുവന്ന ഇടയ ബാലധന്യരായി. ഗ്ലോറിയ ഗീതികൾ പാടി ഞാൻ സ്വർഗത്തിൻ്റെ നാഥനേ. മണ്ണുറങ്ങും രാവിൽ കോളിത്തന്നൽ വീശും ബത്ലഹേമിൻ താഴ്വരയിൽ വെണ്ണിലാവു തഴുകും മഞ്ഞണിഞ്ഞ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു ജാതനായി. മാനസത്തിനകത്തളത്തിൽ പുൽക്കൂടൊരുക്കിയിന്ന ബത്ലഹേമിൻ രാജനവനെ വരവേറ്റിടുന്നു ഞാനും. അവൻ എന്നിൽ വന്ന നേരം ധന്യമായി ജീവിതം. അവൻ എന്നിൽ വന്ന നേരം ധന്യമായി ജീവിതം. ഗ്ലോറിയ ഗീതികൾ പാടി ഞാൻ ഭൂലോകത്തിൻ രാജനായി. മണ്ണുറങ്ങും രാവിൽ കോളിത്തന്നൽ വീശും ബത്ലഹേമിൻ താഴ്വരയിൽ വെണ്ണിലാവു തഴുകും മഞ്ഞണിഞ്ഞ പുൽക്കൂട്ടിൽ ഉണ്ണിയേശു ജാതനായി. സ്വർഗീയ ഗണം വാനിൽ വന്നു നിരന്നു, ശാന്തി മന്ത്രം വാനിൽ ഉയർന്നിടുന്നു. സ്വർഗീയ ഗണം വാനിൽ വന്നു നിരന്നു, ശാന്തി മന്ത്രം വാനിൽ ഉയർന്നിടുന്നു. വാനവും ഭൂമിയും ഒന്നാകും നിമിഷം. മണ്ണുറങ്ങും രാവിൽ കോളിത്തന്നൽ വീശും ബത്ലഹേമിൻ താഴ്വരയിൽ വെണ്ണിലാവു
ഉണ്ണീഷോ ഒന്നും കൂടി പിറന്ന് മാലാകമാരെല്ലാവരും കൂടി വന്ന് പാടുന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു അലീനയുടെ പാട്ടിന്. ഞങ്ങളെല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. നന്നായിട്ട് പാടി മോളെ. അടുത്തതായി നമുക്ക് വേണ്ടി ഗാനം ആലപിക്കാൻ വരുന്നത് കാരൻ. കാരൻ എവിടെന്നാ വരുന്നത്? മോളിന്നിപ്പോൾ ഇവിടെ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? എൻ്റെ അടുത്ത് വന്നിടും. ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്ന്? അപ്പ. വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടീവാണോ പാട്ടൊക്കെ പാടാൻ? മോള് പിന്നെ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? പടം വരയ്ക്കലോ ഡാൻസോ അങ്ങനെ? പെയിൻറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഒരു വരക്കാരിയുമാണ് പാട്ടുകാരിയുമാണ്. അപ്പോൾ പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? അപ്പോൾ കാരനിലൂടെ ആ ഗാനം നമുക്കിപ്പോൾ ആസ്വദിക്കാം.
നീ ഈശോനെ അടുത്ത് വന്ന് നിന്ന് കാരൻ്റെ കൈ പിടിച്ച് പാടുന്ന പോലെ ഉണ്ടായിരുന്നു. നന്നായിട്ട് പാടിയിട്ടോ. ഓൾ ദി ബെസ്റ്റ് മോളെ. ക്രിസ്റ്റീൻ ലിറ്റിൽ സിംഫണിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നല്ല കൂട്ടുകാരും അവരുടെ നല്ല നല്ല പാട്ടുകളുമായി നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.